ആരാമങ്ങളുമായി തീരുമ്പോൾ മികച്ച സൗരഭ്യം പരത്തുന്ന പൂക്കളെ സൃഷ്ടിക്കാൻ ഉത്തമരായ പൂന്തോട്ടക്കാരും അവരെ നിയന്ത്രിക്കുന്ന പ്രധാനിയും കൂടിയേ തീരും. നമ്മുടെ വിദ്യാലയത്തിന്റെ ഉന്നതി ലക്ഷ്യമിടുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ നാരായണൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ നാരായണൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ എൻ്റെ കടമയിലേക്ക് നേരിട്ട് പോവുകയാണ്. കാരണം സമയം ഏറെ വൈകിയിട്ടുണ്ട്. പ്രകൃതി രമണീയതയിൽ അലിഞ്ഞൊഴുകി വരുന്ന ഇളം കാറ്റും പച്ചവിരിച്ച പാടങ്ങളും തോടുകളും അതിൻ്റെ മധ്യത്തിലായി നാടിൻ്റെയും നാട്ടുകാരുടെയും ജീവഗന്ധമറിയുന്ന നമ്മുടെ വിദ്യാലയം ഗവൺമെൻറ് UP സ്കൂൾ തില്ലങ്കേരി ഒരു നാടിൻ്റെ ഒത്തൊരുമയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ചിന്താപ്രബുദ്ധതയുടെയും ചാലകശക്തിയായി തില്ലങ്കേരി ഗവൺമെൻറ് UP സ്കൂൾ മാറുമ്പോൾ ആത്മനിർമ്മാണത്തിൻ്റെ താഴ്വര എന്ന ജോൺ കീറ്റ്സ് വിശേഷിപ്പിച്ച വിദ്യാലയ സങ്കല്പത്തിലേക്ക് നമ്മുടെ വിദ്യാലയം ഉയരുകയാണ്. അച്ചടക്കം ഒരു സംസ്കാരമായി, ഒരു ജീവിത രീതിയായി, ഒരു പ്രവർത്തന ശൈലിയായി നാം സ്വീകരിക്കുന്നതോടൊപ്പം ഒരു കാലഘട്ടത്തിലെ നവയൗവനത്തിൻ്റെ ആധികളും ഉത്കണ്ഠകളും ധീരമായ ചിന്തകളും ഈ സ്ഥാപനത്തിൽ പ്രതിഫലിക്കുന്നു. വർണ്ണവിവേചനവും ജാതി വ്യവസ്ഥയും ബ്രിട്ടീഷ് ഭരണവും നിലനിന്നിരുന്ന കാലത്ത് അവരുടെ കീഴിൽ കുലനിയമത്തിനനുസരിച്ച് ഗ്രാമഭരണം നടത്താൻ നിയോഗിക്കപ്പെട്ടത് പ്രതാപിയും സംസ്കൃത പണ്ഡിതനുമായിരുന്ന ചെമ്പുംകീഴടത്ത് വലിയ കൃഷ്ണൻ നമ്പ്യാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലെ തച്ചുശാസ്ത്രക്കാരെയും ജ്യോതിശാസ്ത്രക്കാരെയും ഗുരുക്കന്മാരായി സ്വീകരിച്ച് തൻ്റെ തറവാട്ടിലെ കുഞ്ഞുകുട്ടി പയ്യന്മാർക്ക് അക്ഷരാഭ്യാസം ചെയ്യിക്കുന്നതിനു വേണ്ടി തൊട്ടടുത്ത പറമ്പിൽ സ്ഥാപിക്കപ്പെട്ട ഗുരുകുലത്തിൽ നിന്നാണ്, അതായത് പയ്യപ്പള്ളി പറമ്പിൽ നിന്ന് സ്കൂളിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത്. 1920 മദിരാശി ഗവൺമെൻറ് വിദ്യാലയങ്ങൾ നടത്താൻ സ്വകാര്യ വ്യക്തികൾക്കും ഏജൻസികൾക്കും അംഗീകാരം കൊടുത്തതോടുകൂടി സ്വാതന്ത്ര്യസമര സേനാനികളായ കുഞ്ഞപ്പ മാസ്റ്റർ, AK കുഞ്ഞിരാമക്കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രസ്തുത സ്കൂൾ വരയിൽ പാടുവിലാൻ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ മേൽനോട്ടത്തിൽ ഏകാധ്യാപക വിദ്യാലയമായി സ്ഥാപിച്ചു. 6 തൂണിന്മേൽ കെട്ടി ഉയർത്തി ഓലമേഞ്ഞ സ്കൂളായിരുന്നു. തൊണ്ടും മണലുമായിട്ടായിരുന്നു കുട്ടികൾ പോയിരുന്നത്. മണലിലെഴുത്ത് നടത്തിയതുകൊണ്ട് മണലാടിയ സ്കൂൾ എന്നാണ് സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. ജാതിമത ലിംഗഭേദമന്യേ എല്ലാ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കുന്നതിനായി സജ്ജന സഭ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിയിരുന്നു. തുടർന്ന് എല്ലാ പ്രദേശത്തു നിന്നും കുട്ടികൾക്ക് എത്തിച്ചേരാൻ സൗകര്യം കുറഞ്ഞതിനാൽ സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി 1925 ചെമ്പുംകീഴടത്തിൽ വലിയ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ മരുമകനായ കോറോത്ത് താമസിക്കും CK നാരായണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഇന്നത്തെ ഗവൺമെൻറ് UP സ്കൂൾ. തുടർന്ന് 1950-51 കാലഘട്ടത്തിൽ വിദ്യാലയം മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുത്തു. CK നാരായണൻ നമ്പ്യാർ സ്കൂൾ കെട്ടിടം ബോർഡിന് വാടകയ്ക്ക് നൽകി. അങ്ങനെ ബോർഡ് സ്കൂൾ എന്ന പേര് വിദ്യാലയത്തിന് ലഭിച്ചു. തുടർന്നാണ് തില്ലങ്കേരി ഗവൺമെൻറ് UP സ്കൂൾ എന്ന പേരിൽ നമ്മുടെ വിദ്യാലയം അറിയപ്പെട്ടത്. വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കായി നാട്ടുകാർ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇത് വിലങ്ങേരി കൃഷ്ണൻ, UC നാരായണൻ, ജയരാജൻ മാസ്റ്ററുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ കമ്മിറ്റി വിദ്യാലയത്തിൻ്റെ ശോചനീയാവസ്ഥ ജില്ലാ പഞ്ചായത്തിനെ അറിയിക്കുകയും ഈ വിദ്യാലയവും 67 സെന്റ് സ്ഥലവും സ്ഥലവുടമ CV രാധാകൃഷ്ണന് വില നൽകി ഏറ്റെടുക്കുകയും ചെയ്തു. 2005-6 കാലഘട്ടത്തിൽ SSKയുടെ നേതൃത്വത്തിൽ 2 കെട്ടിടങ്ങൾ നമ്മുടെ സ്കൂളിൽ ലഭിച്ചു. 2011-12 കാലഘട്ടത്തിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന AK ആന്റണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു സ്റ്റേജ് കം ക്ലാസ് റൂം അനുവദിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക ഫണ്ടിൽ നിന്നും കിച്ചൺ കം സ്റ്റോർ റൂമും ഒരു മുറി ക്ലാസ് റൂമും ലഭിച്ചു. ആ ക്ലാസ് റൂമിനോട് ചേർന്ന് കോൺട്രാക്ടറും നമ്മുടെ രക്ഷിതാവും കൂടിയായ ശ്രീ സന്തോഷും PTAയും ചേർന്ന് ഒരു ക്ലാസ് മുറി കൂടി നിർമ്മിച്ചു. 2020-21 വർഷത്തെ പ്ലാൻ ഫണ്ട് 1 കോടി രൂപ ഉപയോഗിച്ച് 8 ക്ലാസ് മുറിയോടുകൂടിയ ഒരു ഇരുനില കെട്ടിടം നമ്മുടെ വിദ്യാലയത്തിന് അനുവദിച്ചു നൽകി. കൂടാതെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിവിധ ഫണ്ടിൽ നിന്നും അത്യാവശ്യമായ ടോയ്ലറ്റുകൾ നമുക്ക് ലഭിച്ചു. കൂടാതെ ചുറ്റുമതിൽ, ഗേറ്റ് എന്നിവ നിർമ്മിച്ച് സ്കൂൾ സുരക്ഷിതമാക്കി. നമ്മുടെ വിദ്യാലയം 2024-25 അധ്യയന വർഷത്തിൽ 100ന്റെ നിറവിലെത്തി നിൽക്കുമ്പോൾ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ 365 വിദ്യാർത്ഥികളും 16 അധ്യാപകരും ഒരു അനധ്യാപകനും ഇവിടെയുണ്ട്. ഈ ഒരു അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിന് ഭൗതിക മേഖലയിലും അക്കാദമിക മേഖലയിലും തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്.
ജൂൺ 3 പ്രവേശനോത്സവത്തിൽ തുടങ്ങി ഈ ഒരു അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. പ്രവേശനോത്സവം PTA പ്രസിഡന്റ് ശ്രീ വിജേഷ് KPയുടെ അധ്യക്ഷതയിൽ തെല്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അണിയേരി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന നിരവധി പരിപാടികളോടെ നവാഗതരെ സ്വീകരിക്കുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പായസദാനം നൽകി. ദിനാചരണങ്ങൾ: ലോക പരിസ്ഥിതി ദിനം, വായന ദിനം, ബഷീർ ദിനം, ജനസംഖ്യാ ദിനം, ചാന്ദ്രദിനം, സ്വാതന്ത്ര്യദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, അധ്യാപക ദിനം, ശിശുദിനം, റിപ്പബ്ലിക് ദിനം, ലോക തണ്ണീർത്തട ദിനം, ശ്രാവണ പൂർണിമ ദിനം, പ്രേംചന്ദ് ദിനം തുടങ്ങിയ ദിനങ്ങൾ വിവിധ പരിപാടികളോടെ ആചരിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു. ജൂൺ 19 വായനാ ദിനം പ്രശസ്ത കലാകാരൻ ശ്രീ സുദീപ് TK ഉദ്ഘാടനം ചെയ്തു. ഒരു മാസക്കാലം നീണ്ടുനിന്ന പരിപാടിയുടെ സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ VK രാജീവൻ മാസ്റ്റർ നിർവഹിച്ചു. ഈ വർഷത്തെ ഓണം ലളിതമായ രീതിയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്രിസ്മസും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കരോൾ, സ്റ്റാർ നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ നടത്തുകയും കുട്ടികൾക്ക് സദ്യ നൽകുകയും ചെയ്തു. കലോത്സവം: കലകളെ തൊട്ടുണർത്തിക്കൊണ്ട് വിദ്യാലയത്തിൽ കലോത്സവം നടത്തി. സ്കൂൾ കലോത്സവത്തിലെ വിജയികളെ ഉപജില്ലയിലേക്ക് തെരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു. ഇരട്ടി ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച 50 കുട്ടികൾ പങ്കെടുക്കുകയും വിജയത്തിന്റെ പൊൻതൂവൽ ചാർത്തുകയും ചെയ്തു. ഉപജില്ലാ മത്സരത്തിൽ കാർത്തിക് CA സംസ്കൃത ഗാനാലാപനം, നേത്ര കന്നഡ പദ്യം എന്നീ കുട്ടികൾക്ക് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. സ്കൂൾ തല ശാസ്ത്രോത്സവത്തിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ഉപജില്ലയിലേക്ക് തെരഞ്ഞെടുക്കുകയും അവർക്ക് പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു. സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം, പ്രവൃത്തി പരിചയം, IT, പ്രസംഗം, ക്വിസ് എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഉന്നത സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. പ്രവൃത്തി പരിചയത്തിൽ അഭിൻദേവ് RD, ശാസ്ത്ര ക്വിസിൽ കനിഷ്കും 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുട്ടികളുടെ കായികപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഉണർവ് എന്ന പേരിൽ ഒരു ദിവസത്തെ കായികമേള നടത്തുകയും മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ഉപജില്ലാ തലത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. സ്കൂൾ അക്കാദമിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി UP തലത്തിലും LP തലത്തിലും പ്രവർത്തിക്കുന്ന സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് പഠന മികവിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മുൻകൂട്ടി കാണുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. SRG കൺവീനറുടെ നേതൃത്വത്തിൽ നിശ്ചിത ദിവസങ്ങളിൽ യോഗം ചേരുകയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. സ്കൂളിന്റെ പാഠ്യപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ചുമതല. പ്രിയങ്ക കോട്ടയിലാണ് SRG കൺവീനർ. പാഠ്യേതര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കുട്ടികളുടെ പുരോഗതിയും അവർക്ക് വേണ്ട ശ്രദ്ധയും നൽകുന്നതിനായി അധ്യാപക രക്ഷാകർതൃ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്ക് അധ്യാപകരും രക്ഷിതാക്കളും ഒരുക്കേണ്ട പഠനാന്തരീക്ഷത്തെക്കുറിച്ചും അവർക്ക് നൽകേണ്ടുന്ന പിന്തുണയെക്കുറിച്ചും വിശദമായ കാഴ്ചപ്പാടോടെ നടത്തിയ മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ പങ്കെടുക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അധ്യയന വർഷാരംഭത്തിൽ തന്നെ പ്രീ ടെസ്റ്റ് നടത്തി പഠന പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് എല്ലാ ദിവസവും 3:30 മുതൽ 4:30 വരെ ആവശ്യമായ പിന്തുണ ക്ലാസ് നൽകുകയും ചെയ്തു. 3-6 ക്ലാസ്സിലെ കുട്ടികൾക്ക് NAS പരീക്ഷ പരിശീലനം നൽകി. നിരവധി മോഡൽ പരീക്ഷകൾ നടത്തി കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കി. കുട്ടികളുടെ വിജ്ഞാന രംഗത്തെ മികവ് തെളിയിക്കുന്നതിന് സ്കോളർഷിപ്പ് പരീക്ഷകളെ LSS, USS, സംസ്കൃതം എന്നീ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി വിദ്യാലയത്തിൽ മികച്ച രീതിയിൽ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കാനും മോഡൽ പരീക്ഷകൾ നടത്താനും സാധിച്ചിട്ടുണ്ട്. സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ 14 കുട്ടികൾ പരീക്ഷ എഴുതുകയും 13 കുട്ടികൾ സ്കോളർഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ LSSന് 8 കുട്ടികൾ വിജയിക്കുകയും USSന് 2 കുട്ടികൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൽ സ്കൂൾ തലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച 2 കുട്ടികൾ സബ് ജില്ലയിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 5, 6, 7 ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഭാഷയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും ലളിതമാക്കാനും ഹിന്ദി ഭാഷയിൽ ഭാഷാശേഷി കൈവരിക്കുന്നതിനായി കേരള ഹിന്ദി പ്രചാര സഭ നടത്തിവരുന്ന സുഗമ ഹിന്ദി പരീക്ഷയ്ക്കായി പാഠപുസ്തക കേന്ദ്രീകൃതമായ പ്രത്യേക പരിശീലനം നൽകുകയും സ്കൂൾ കേന്ദ്രത്തിൽ നിന്നും 2025 ജനുവരി 25-ന് 103 കുട്ടികൾ പരീക്ഷ എഴുതുകയും ചെയ്തു. കുട്ടികളുടെ പഠന മികവുകൾ വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി യൂണിറ്റ് ടെസ്റ്റുകളും മിഡ് ഡേ പരീക്ഷകളും നടത്താറുണ്ട്. പാദവാർഷിക, അർദ്ധവാർഷിക, വാർഷിക പരീക്ഷാ ചുമതലയുള്ള അധ്യാപികരുടെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ജനാധിപത്യ മൂലം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളിൽ ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം പ്രകാരം സംഘടിപ്പിച്ച ഇലക്ഷനിൽ ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ എന്നിവരെ തിരഞ്ഞെടുത്തു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് വിഷരഹിത പച്ചക്കറി നൽകുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ PTA-യും അധ്യാപകരും കുട്ടികളും ചേർന്ന് ഗ്രോ ബാഗുകളിലും വയലിലും പച്ചക്കറി നടുകയും അതിൽ നിന്നും ലഭിച്ച പച്ചക്കറി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നൽകുകയും ചെയ്തു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായി ക്ലാസ് ലൈബ്രറികളിലും
സ്കൂൾ പൊതുവായും നല്ല രീതിയിൽ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നു. 1000-ലധികം പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലുണ്ട്. തില്ലങ്കേരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിലെത്തുന്ന കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2 സ്കൂൾ ബസ്സുകൾ നമ്മുടെ വിദ്യാലയത്തിൽ ലഭ്യമായിട്ടുണ്ട്. 2019-20 അധ്യയന വർഷം ശ്രീ പി ജയരാജൻ MLA ഫണ്ടിൽ നിന്നും ഒരു സ്കൂൾ ബസ് അനുവദിച്ചു നൽകി. കുട്ടികളുടെ വർധനവ് കാരണം നിലവിലുള്ള സ്കൂൾ ബസ് കൂടാതെ വന്നപ്പോൾ ഒരു ട്രാവലർ കൂടി വാടകയ്ക്കെടുത്താണ് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചിരുന്നത്. അതിന് പരിഹാരമെന്നോണം PTA നിരന്തര ഇടപെടലിന്റെ ഫലമായി ശ്രീമതി ഡോക്ടർ PT ഉഷ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് ഒരു ബസ് കൂടി 2023-24 അധ്യയന വർഷം അനുവദിച്ച് തന്നിട്ടുണ്ട്. പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസികോല്ലാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ വർഷവും പഠനയാത്ര നടത്താറുണ്ട്. ഈ വർഷം വടകര ആക്റ്റീവ് പ്ലാനറ്റിലും വിശാൽ നഗറിലേക്കുമാണ് പഠനയാത്ര നടത്തിയത്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ അനുഭവമായി ഈ പഠനയാത്ര മാറി. പഠനയാത്രയ്ക്ക് ശേഷം കുട്ടികൾ യാത്രാവിവരണം തയ്യാറാക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. വോയ്സ്ക ഇന്റർനാഷണൽ ഇരിട്ടി ചാപ്റ്റർ നമ്മുടെ വിദ്യാലയത്തിലെ മാതൃഭൂമി പത്രവും മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായി മലയാള മനോരമ പത്രം ശ്രീ രതീഷ് പത്രപ്രവർത്തകൻ പ്രാദേശിക ഏജന്റ് ഇവരുടെ നേതൃത്വത്തിൽ നമുക്ക് ലഭിച്ചു. കൂടാതെ പഞ്ചായത്തിന് ദേശാഭിമാനി പത്രവും സ്കൂളിന് ലഭിച്ചു വരുന്നു. IT പരിശീലനം കുട്ടികളിൽ വിവരസാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിന് വേണ്ടി 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് IT പരിശീലനം നൽകിയിട്ടുണ്ട്. ഭൗതിക നിലവാരം ഏറെ മെച്ചപ്പെട്ടുവെങ്കിലും നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു വലിയ പോരായ്മയായിരുന്നു കളിസ്ഥലത്തിന്റെ അപര്യാപ്തത. PTA ശ്രമഫലമായി ശ്രീ ബാബു സുരേഷ് 25 സെന്റ് സ്ഥലം സ്കൂളിന് സൗജന്യമായി വിട്ടുതന്നു. നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മികച്ച രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ മാസം അവസാന വെള്ളിയാഴ്ച ചിക്കൻ കറി, അതുപോലെ മാസത്തിൽ ഒരു ദിവസം പായസവും വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ബിരിയാണിയും നൽകാറുണ്ട്. 2023-24 സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ നിന്നും നിരവധി ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ടൈലിംഗ്, ടോയ്ലറ്റ് ഇന്റർലോക്ക്, ഫാനുകൾ, ഫർണിച്ചറുകൾ, മൈക്ക്, ചെസ് ബോർഡ്, പ്ലേറ്റ്, ഗ്ലാസ് ഇവ കൂടാതെ കുട്ടികളുടെ കായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ കരാട്ടെ, കളരി ഇവയുടെ പരിശീലനം എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ 25-26 വർഷത്തേക്ക് ടോയ്ലറ്റിന് 7 ലക്ഷം, കിണറിന് ആഴം കൂട്ടലിന് 2 ലക്ഷം, ബാക്കി ഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിനാവശ്യമായ തുകയും നീക്കിവെച്ചിട്ടുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷം വിദ്യാലയത്തിന് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ഫണ്ടുകൾ ഏറെയാണ്. ഓരോ സാമ്പത്തിക വർഷവും വ്യത്യസ്തമായ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്താറുണ്ട്. തില്ലങ്കേരി പഞ്ചായത്തിലെ ഒരേ ഒരു ഗവൺമെന്റ് UP സ്കൂൾ എന്ന നിലയിൽ ആ സേവനങ്ങളെയൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അത് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താറുണ്ട്. പഞ്ചായത്ത് ഇതുവരെ നമ്മുടെ വിദ്യാലയത്തിന് നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും സേവനങ്ങൾക്കും അകവഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും നമ്മുടെ വിദ്യാലയത്തിന് ആവശ്യങ്ങൾ ഏറെയാണ്. തുടർന്നും പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് വർണ്ണക്കൂടാരം. നമ്മുടെ വിദ്യാലയത്തിനും വർണ്ണക്കൂടാരത്തിനും 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. നമ്മുടെ വിദ്യാലയത്തിന് 10 ലക്ഷം രൂപ അതിനുവേണ്ടി ലഭ്യമായിട്ടുണ്ട്. തയ്യൽ മെഷീൻ, ഫർണിച്ചറുകൾ, റാക്കുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മാണത്തിന് ആവശ്യമായ പാത്രങ്ങൾ എന്നിവ ലഭിക്കുകയുണ്ടായി. 2025-26 വർഷത്തേക്ക് SSKയുടെ വകയായി 10 ലക്ഷം രൂപയുടെ ഒരു ക്ലാസ് മുറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചു. നമ്മുടെ വിദ്യാലയത്തിന് ഏറ്റവും സന്തോഷകരമായ നിമിഷമായിരുന്നു അത്. 100ാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ഫ്ലാഷ് മോബ്, ബൈക്ക് റാലി, വിളംബര, ഘോഷയാത്ര, ബോധവൽക്കരണ ക്ലാസ്, വാഹന നിരീക്ഷണം, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം എന്നീ പരിപാടികൾ വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് വിദ്യാലയത്തിന്റെ 100ാം വാർഷികത്തിന്റെ പൊലിമ കൂട്ടാൻ സാധിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ PTA നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ്. ഏതൊരു പരിപാടിയിലും PTA നടത്തുന്ന മികവാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തെ വളരെ ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ വിദ്യാലയത്തിന് കിട്ടുന്ന ഊർജ്ജസ്വലത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വലുതാണ്. ഏറെ അഭിമാനത്തോടെയും ഒത്തിരി സന്തോഷത്തോടെയും PTAയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും ഈ അവസരത്തിൽ അവരുടെ അക്ഷീണ പ്രവർത്തനങ്ങൾക്ക് 1000 നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നും PTAയുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. NMMS സ്കോളർഷിപ്പ് 2024-25 അധ്യയന വർഷത്തെ NMMS സ്കോളർഷിപ്പ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ CRT, ദേവന, സുജിത്ത് എന്നീ വിദ്യാർത്ഥിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അവരെയും ഈ അവസരത്തിൽ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിനും ഏറെ ദൂരം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഭക്ഷണശാല, കോൺഫറൻസ് ഹാൾ എന്നിവ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാട്ടുകാർ, രക്ഷിതാക്കൾ, ത്രിതല പഞ്ചായത്ത്, MLA, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും. സ്കൂളിൻ്റെ പുരോഗതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. ഭാവിയിലും ഏവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ റിപ്പോർട്ട് സമ്പൂർണ്ണമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഈ ഒരു അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുമ്പോൾ ചില പോരായ്മകളും കുറവുകളും ധാരാളം ഉണ്ടാവും. എങ്കിലും
നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണ്. നിർദ്ദേശങ്ങളും തിരുത്തലുകളും ഉണ്ടാവണം. അതും കൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ സാധിക്കും. നമ്മൾ അടുത്ത വർഷത്തേക്ക് 125-ലേറെ പ്രവർത്തന കലണ്ടറായി സ്റ്റാഫ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗങ്ങളിലും ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം. ആ പ്രവർത്തനങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നൂറാം വാർഷികത്തിന്റെ ഈ ആഘോഷരാവ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എച്ച് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രാദേശികമായ വികസനം പ്രാപ്യമാകുന്നത് അതിന്റെ അടിത്തറ ശക്തമാകുമ്പോൾ മാത്രമാണ്. ഈ വാർഡിന്റെയും ഈ വിദ്യാലയത്തിന്റെയും സ്പന്ദനമറിഞ്ഞ് ആവശ്യാനുസരണം വളർച്ചയ്ക്കുള്ള പിന്തുണ നൽകുന്ന നമ്മുടെ രക്ഷാധികാരിയായ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അവർകളെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷ, എൻ്റെ സഹപ്രവർത്തക കൂടിയായിട്ടുള്ള രമണി, ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന, ഞാൻ ഒന്നിച്ചൊരു വേദി പങ്കിടണമെന്ന് കുറേ കാലങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യായ നമ്മൾ ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ രാജഗോപാലൻ സാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമല ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ്, HM ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രതിനിധികൾ, PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PTA കമ്മിറ്റി അംഗങ്ങൾ, വിജേഷ് ഉൾപ്പെടെയുള്ള PTA കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ലീഡർ പ്രിയപ്പെട്ട മകൻ നിർമ്മൽ, അതുപോലെ ഏറ്റവും ബഹുമാനരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ചുരുങ്ങിയ വാക്കുകളിൽ ഉദ്ഘാടനം നടത്തി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു അല്ലേ? പക്ഷെ നോക്കൂ, ഒരു സമയത്ത് നമ്മൾ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു വലിയ മഴ വന്നപ്പോൾ നമ്മളെല്ലാവരും വേവലാതിപ്പെട്ടു. പക്ഷെ എത്ര മനോഹരമായാണ് നമ്മൾ ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോയത്. അതുതന്നെയാണ് നമ്മുടെ ഐക്യം എന്ന് പറയുന്നത്. ആ ഐക്യപ്പെടൽ കൊണ്ട് തന്നെയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളെയും നമുക്ക് മറികടന്ന് പോകാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് UPS സ്കൂളിൻ്റെ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ആകെ ഒരു ഗവൺമെൻറ് UPS സ്കൂളാണുള്ളത്. അതാണ് നമ്മുടെ വാഴക്കാലുള്ള ഗവൺമെൻറ് UPS സ്കൂൾ. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിൽ നോക്കൂ, നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നന്മയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള കുരുന്നുകളെ ആകെ നന്മയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ വിദ്യാഭ്യാസ മേഖലയിലേക്ക്, അല്ലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ തലമുറകളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ 100 വർഷം പിന്നിടുമ്പോൾ, ആ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ നാട് എങ്ങനെയാണ് ആ 100ാം വാർഷികത്തെ വരവേറ്റത് എന്ന് നമ്മൾ വളരെ ആത്മപരിശോധന നടത്തിക്കൊണ്ട്, കാരണം അത്രയധികം ഐക്യപ്പെടലുകൾ, നിരന്തരമായ പ്രവർത്തനങ്ങൾ, ഓരോ പരിപാടികൾ അങ്ങനെ വന്നുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ നമ്മൾ വാർഷികം എന്ന രീതിയിലേക്ക് അതിൻ്റെ സമാപന പരിപാടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. തീർച്ചയായും ആ സമാപന പരിപാടിയെ മനോഹരമാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ നാടിൻ്റെ ഈ കൂട്ടായ്മയാണ്, ഈ പങ്കുവെക്കലുകളാണ്. അങ്ങനെയുള്ള കുറേയേറെ പരിപാടികളാണ് ഇവിടെ ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, വേണമെങ്കിൽ നമുക്കവരെ അമ്മമാരെന്ന് വിശേഷിപ്പിക്കാം. അവരുടെ ഒരു തിരുവാതിര, അല്ലെ, എല്ലാവരും ഒരേ താളത്തിൽ നമ്മുടെ ഈ വയലിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്തത്. നമ്മൾ മനസ്സ് നിറഞ്ഞ്, ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ പറയുന്നുണ്ട്, നമ്മൾ മനസ്സ് നിറഞ്ഞ് ആഗ്രഹിച്ചാൽ, അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നാൽ ആ കാര്യങ്ങൾ സാക്ഷാത്കാരത്തിലേക്ക് എത്തുമെന്ന്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വാക്കിന് മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേയേറെ ആളുകൾ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ. ഇപ്പം നമ്മൾ വാർഷികം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മഴ പെയ്യുമ്പോൾ കുറച്ച് പ്രയാസം എന്ന രീതിയിലേക്ക് വന്നതല്ലേ. കുറേയേറെ ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത്, കുറേ ദിവസങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത്, ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ, അല്ലെ, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്, ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നവരുടെ ആഗ്രഹ സാക്ഷാത്കാരവും കൂടി നടന്നു. നമ്മുടെ പരിപാടിക്ക് യാതൊരുവിധ തടസ്സവും നേരിട്ടില്ല. ഇല്ല, ഞാൻ വിമലയോട് പറഞ്ഞു, എൻ്റെ വിമല മെമ്പറോട് ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മുടെ ഇന്റർലോക്ക് ഇട്ട ആ മുറ്റത്തിൻ്റെ ഉദ്ഘാടനം അങ്ങ് കഴിഞ്ഞു, മനോഹരമായ തിരുവാതിര അരങ്ങേറ്റം നടത്തിക്കൊണ്ട് ആ ഉദ്ഘാടന പരിപാടി കൂടി അങ്ങ് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്.
എല്ലാ പരിപാടികളെയും നമുക്ക് ഈ ഒരു ഐക്യപ്പെടലിലെ കൂടി എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ ആകെ നമുക്ക് തരണം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ബഹുമാനായ നമ്മുടെ പ്രിയപ്പെട്ട രാജഗോപാലൻ സാർ, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പഠിക്കച്ചാൽ സ്കൂൾ അതൊരു LP സ്കൂളാണ്, അവിടെ നിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ 6 മണിയാണ് സമയം കൊടുത്തത്, അവിടെ 7 മണി എന്ന രീതിയിലേക്ക്. പക്ഷേ 1 മണിക്കൂറിലധികം വൈകി, ഇനിയും പറഞ്ഞു പോകുന്നില്ല. തീർച്ചയായും നന്മയുടെ ആ ഒരു ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില രീതിയിലെങ്കിലും ചില തിന്മകളുടെ കയറ്റം നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്ത് വിപത്താണോ നമ്മളിലേക്ക് വരുന്നത്, എന്ത് വിപത്താണോ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്നത്, അല്ലെ, ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ വർക്കുകളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലം കൂടിയാണിത്. മാലിന്യമുക്ത പ്രദേശങ്ങൾ, മാലിന്യമുക്ത പരിസരങ്ങൾ സൃഷ്ടിക്കാനുള്ള അതിവിപുലമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണിത്. അപ്പോൾ ആ രീതിയിലേക്ക് ലഹരിയില്ലാത്തൊരു ലോകം, മാലിന്യമില്ലാത്തൊരു ലോകം നമ്മുടെ സമൂഹം എന്ന രീതിയിലേക്ക് നമുക്ക് കെട്ടിപ്പടുക്കാൻ കൂടി സാധിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തത് എൻഡോമെന്റ് വിതരണമാണ്. അതിന് ഏറെ സ്നേഹത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖിനെ ക്ഷണിക്കുന്നു. സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷ നമ്മുടെ ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ രമണി ചേച്ചി, അതുപോലെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ചേച്ചി, ഇവിടെ മുഖ്യ അതിഥിയായിട്ടുള്ള ഡോക്ടർ PV രാജഗോപാലൻ സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അത് സംസാരിക്കുന്നത് മക്കളോട് ചെയ്യുന്ന ക്രൂരതയായിപ്പോവും. അത്രയും നേരമായി കുട്ടികളോട് ഒരുങ്ങി നിന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു 25 എന്ന പേരിൽ ഒരു വർഷക്കാലത്തോളമായി പല പരിപാടികളും നടക്കുന്നു. എല്ലാം ജനശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടികളായിരുന്നു. അത് നടത്തിയ PTA, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. സമ്മാനങ്ങൾ ഇന്ന് സന്തോഷമാണ്. അത് വലുതായാലും ചെറുതായാലും അവ ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തിരതല്ലൽ, അത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഇന്ധനമാണ്. We now come to the award ceremony recognizing the outstanding achievements of our students. വിവിധ എൻഡോമെന്റുകളുടെ വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി EV ബാലൻ മെമ്മോറിയൽ എൻഡോമെന്റ് ഫോർ ടോപ്പ് സ്കോർസ് ഇൻ സ്റ്റാൻഡേർഡ് 1st to 7th. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സാൻവി PM. സെക്കൻഡ് സ്റ്റാൻഡേർഡ് സാധിക CV. തേർഡ് സ്റ്റാൻഡേർഡ് സിദ്ധാർത്ഥ് K. ഫോർത്ത് സ്റ്റാൻഡേർഡ് നവജ്യോത് B. ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആരാധ്യ സുധീഷ്. സിക്സ്ത് സ്റ്റാൻഡേർഡ് വൈഗ ബിജു. and 7th standard Ishani EK. First standard Sanvi PM. Second standard Sadhika CV. Third standard Siddharth K. Fourth standard Navajyot B.
അടുത്ത് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ രാജഗോപാൽ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജന്മം കൊണ്ട് തില്ലങ്കേരി മണ്ണിന്റെ പ്രിയപുത്രനും കർമ്മം കൊണ്ട് ഭാരതാംബയുടെ സാരഥിയുമായ ഡോക്ടർ PV രാജഗോപാൽ. 1948 തില്ലങ്കേരിയിലെ പുത്തൻ വീട്ടിൽ ജനനം. ഇന്ത്യൻ ഗാന്ധിയൻ പ്രവർത്തകനും ന്യൂഡൽഹി ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ മുൻ വൈസ് ചെയർമാനുമായ മഹാൻ. ആയുധം കൊണ്ടു മാത്രം അക്രമകാരികളെ കീഴ്പ്പെടുത്തുന്നവർക്ക് നവമാതൃകയായി 1972 ഇന്ത്യയിലെ ചമ്പൽ മേഖലയിൽ 578 കൊള്ളക്കാരെ നിരായുധരാക്കിയതിൽ പ്രമുഖൻ. 2012 ദേശീയ ആക്ടിവിസത്തിന്റെ രണ്ടാമത്തെ ശ്രമത്തിൽ ഉൽപാദന മാർഗങ്ങൾ ലഭ്യമാക്കി തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഉറപ്പുവരുത്താനായി 100,000-ഓളം അനുനായികളുമായി തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ നേതാവ്. 2018 ജൻ ആന്തോളൻ, 2020 ജയ് ജഗത് തുടങ്ങിയ ലോക ശ്രദ്ധയാകർഷിച്ച പദ്ധതികളുടെ കേന്ദ്ര ബുദ്ധി. പാവങ്ങളുടെ സുഹൃത്ത്, കൃഷി ഗൗരവ്, ഗരീബ് ബന്ധു, മനുഷ്യാവകാശ അവാർഡ്, ഇന്ദിരാഗാന്ധി അവാർഡ്, 2013 അന്താരാഷ്ട്ര സമാധാനത്തിനുള്ള അനുവ്രത് അഹിംസ അവാർഡ് തുടങ്ങിയ ഒരുപാട് അവാർഡുകളുടെ ജേതാവ്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഡോക്ടർ PV രാജഗോപാലൻ. Thank you. What an announcement. Beautiful. So, ഇന്നത്തെ സദസ്സിൻ്റെ ചെയർ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പേഴ്സ്, PTA പ്രസിഡന്റ്, സ്കൂളിലെ പ്രൈം മിനിസ്റ്റർ, അതെവിടെ പോയി ശരിയാവും, പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ OC നാരായൺജിയും പവിത്രനും കൂടെ വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കും പറ്റില്ല എന്ന് പറയാൻ പറ്റിയില്ല. കാരണം ഇത്രയും വലിയൊരു കാര്യം, 100 വർഷം, ഒരു ഓർഗനൈസേഷൻ്റെ 100 വർഷം പൂർത്തിയാവുന്നു. അതിൽ പങ്കെടുക്കുക എന്നതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നില്ല. വളരെ വർഷം മുൻപ് ഞാൻ ഒരു ഫ്രഞ്ച് ടീമുമായിട്ട് സ്കൂളിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഫ്രഞ്ചുകാർ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെയും കൊണ്ട് ഞാൻ സ്കൂളിൽ വന്നിരുന്നു. അവർ വളരെ ഇമ്പ്രസ്സായി വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയത് ഓർക്കുന്നു. അപ്പോൾ ഒരു വലിയൊരു ഹിസ്റ്ററിയാണ്. 100 വർഷം ഒരു സ്ഥാപനം നടത്തുക എന്നത് ഈസിയല്ല. ജനങ്ങളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളായിരിക്കും 100 വർഷത്തിൽ ഇവിടുന്ന് പുറത്തേക്ക് പോയത്. അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇന്ത്യയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ സ്കൂളിൽ നിന്ന് പുറത്തുപോയ മക്കളായിരിക്കും പല സ്ഥാപനങ്ങളും നടത്തുന്നത്. അതിൽ നമ്മൾക്ക് അഭിമാനിക്കാം. അപ്പോൾ ആ അഭിമാനം ഷെയർ ചെയ്യുന്നതായിരിക്കും ഇവിടെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും ഇവിടുത്തെ PTA പ്രസിഡൻറ്റുമാരും. അവരെല്ലാം ഇതിൽ അഭിമാനിക്കുന്നുണ്ടാവാം. ഞങ്ങൾ ചെയ്ത പ്രവർത്തനം കൊണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി സേവനം ചെയ്യുന്നു എന്നത് ഇറ്റ്സ് എ പ്രൗഡ് മൂമെൻറ്റ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരും ഒത്തുകൂടി അത് ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കും. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഞാൻ കഴിഞ്ഞ 3 ദിവസമായി ഒരു സമ്മേളനത്തിലായിരുന്നു. ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്നും വന്ന ഒരുപടി ആളുകൾ. അവരെല്ലാം കൂടി എന്താ ആവശ്യപ്പെടുന്നത്? ലഹരിയില്ലാതെ ഇന്ത്യ, ഹിംസയില്ലാതെ ഇന്ത്യ, എ ഇന്ത്യ ഫ്രീ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ആൻ ഇന്ത്യ ഫ്രീ ഓഫ് വയലൻസ്. ഹിംസയില്ലാതെ ഇന്ത്യ, ലഹരിയില്ലാതെ ഇന്ത്യ എന്നൊരു സ്വപ്നം കാണുന്നു അവർ. ആ സ്വപ്നം കാണാൻ വേണ്ടി ഒരു 50 പേർ ഒത്തുകൂടി ചർച്ച ചെയ്യുന്നു. അപ്പം അത് നമ്മൾക്കൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ലഹരിയില്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലഹരിയില്ലാതെ കേരളം, ഇന്ത്യ എന്ന് വിട്ടിക്കും. ലഹരിയെക്കുറിച്ച് എത്രമാത്രം ചർച്ച നടക്കുന്നു. എവിടെ പോയാലും കേരളത്തിലെ ലഹരിയെക്കുറിച്ചാണ് ചർച്ച. അച്ഛനമ്മമാർക്ക് ഉറങ്ങാൻ വയ്യാത്രേ, മക്കൾ കൊല്ലുമെന്ന പേടി.
അത്രമാത്രം ലഹരി വീടുകളിൽ എത്തിയാൽ അതൊരു ഭയം ഉണ്ടാക്കുന്നു. അപ്പം ലഹരി ഇല്ലാതെ കേരളം എന്നതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. അതുപോലെ ഹിംസയില്ലാതെ കേരളം, അല്ലെങ്കിൽ ഹിംസയില്ലാതെ ഇന്ത്യ. നിങ്ങൾക്കറിയാലോ, കണ്ണൂരുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എത്ര കാലം ഹിംസ കൊണ്ട് നമ്മളൊക്കെ കഷ്ടപ്പെട്ടു. കഴിഞ്ഞ 7 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഹിംസ കുറച്ചൊന്ന് അവസാനിച്ചത്. ഇപ്പോഴും അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കാം എന്ന് പറയും, കുറച്ചൊരു മാറ്റം വന്നു. പക്ഷേ ഹിംസയില്ലാതെ കേരളം എന്ന് നമ്മളുടെ ഒക്കെ ആവശ്യമല്ലേ? അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ണൂരൊക്കെ വരുമ്പോഴെപ്പോഴും കണ്ണൂരുകാരെന്താ എന്നോട് പറയാ, ഞങ്ങൾക്കൊരു കണ്ണീരില്ലാതെ കണ്ണൂർ വേണം. കണ്ണീരില്ലാതെ കണ്ണൂർ. ആ കാലത്ത് അമ്മമാരൊക്കെ കരയുകയായിരുന്നു, അവിടെയും കൊല ഇവിടെയും കൊല, അവിടെയും കൊന്നു ഇവിടെയും കൊന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നേടിയെടുത്ത ഈ ശാന്തി ഉണ്ടല്ലോ, ശാന്തിയും സമാധാനവും, അത് നിലനിർത്താൻ നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മുടെ കുട്ടികൾ, ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ എല്ലാവരും സമൂഹത്തെ നന്നാക്കുന്നവരായി മാറണം. ലഹരിയും ഹിംസയും വളർത്തുന്നവരായി മാറാൻ പാടില്ല. ലഹരിയും ഹിംസയും ഇല്ലാതാക്കുന്ന മക്കളായിട്ട് പോകണം. അപ്പൊ ഹിംസ എങ്ങനെയാണ് വളരുന്നത്? ഹിംസ ഹിംസ പാടില്ല എന്ന് പറയുമ്പോ എന്താ? മനസ്സ വാച കർമ്മണ ഹിംസ പാടില്ല എന്ന് പറയും. മനസ്സിലും ഹിംസ ഉണ്ടാവാൻ പാടില്ല, കർമ്മത്തിലും ഹിംസ ഉണ്ടാവാൻ പാടില്ല, വാചകത്തിലും ഹിംസ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഹിംസ പ്രചരിപ്പിക്കുന്നവർ ആദ്യം നമ്മളുടെ വാക്കുകളിലാണ് ഹിംസ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ കുട്ടികൾ സംസാരിക്കുന്ന കേൾക്കുന്നു, എടാ പോടാന്നൊക്കെ പറയുന്നത് ധാരാളം കേൾക്കാം, പക്ഷെ പട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എടാ പട്ടി എന്നൊക്കെ പറയുന്ന കാണാം. പിന്നെ ഭക്ഷണം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ അടിപൊളിയായി എന്ന് പറയും, അടിപൊളിയായി എന്ന് പറയും. അടിപൊളി ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഹിംസ ശബ്ദത്തിലേക്ക് കൊണ്ടുവരാണ്. പതുക്കെ പതുക്കെ നമ്മൾ ഹിംസയെ സാധാരണ കാര്യമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ശബ്ദത്തിൽ അത് സാരമില്ല, അങ്ങനെ പറഞ്ഞോട്ടെ, മക്കൾ പറഞ്ഞോട്ടെ. ഹിംസയെ സ്വീകരിക്കുന്നു നമ്മൾ വാചകത്തിൽ കൂടെ, പ്രവർത്തനത്തിൽ കൂടെ. നിർത്താൻ ശ്രമിക്കുന്നില്ല. എടാന്നും പോടാന്നും പട്ടിയെന്നൊക്കെ പറയുമ്പോൾ നിർത്താൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ വാചകത്തിൽ കൂടിയാണ് ഹിംസ തുടങ്ങുന്നത്. പിന്നെ എവിടെയൊക്കെ പോകുന്നു? കളിപ്പാട്ടങ്ങളിലേക്ക് പോകുന്നു. എത്ര കളിപ്പാട്ടത്തിൽ കടയിലേക്ക് പോയി നോക്കൂ, ഈ കളിപ്പാട്ടങ്ങൾ എന്താ? അധികവും തോക്കുകളാണ്. വലിയ വലിയ തോക്കുകൾ, ചെറിയ ചെറിയ തോക്കുകൾ അല്ലേ? ഈ ഹിംസ വിൽക്കുന്നവർക്ക് അത് ആവശ്യമാണ്. കുട്ടികൾക്ക് ത്രിൽ ഉണ്ടാക്കി കൊടുക്കുക. ത്രിൽ ഇൻ വയലൻസ് എന്ന് പറയും അതിനെ. ഹിംസയിൽ ത്രിൽ വേണം, ഒരു ആനന്ദം കിട്ടണം ഹിംസയിൽ. അപ്പം തോക്ക്, വലിയ വലിയ തോക്കുകൾ, നല്ല നല്ല തോക്കുകൾ, കളിപ്പാട്ടങ്ങൾ, അത് വാങ്ങി കുട്ടികൾ വീട്ടിൽ വരുന്നു. എന്നിട്ട് അഭിനയിക്കുന്ന അച്ഛനെ വെടിവെക്കുന്നു, അച്ഛൻ മരിച്ചു എന്ന് അഭിനയിക്കുന്നു. എന്നിട്ട് മകൻ തുള്ളിക്കളിക്കുന്നു, ചിരിച്ച് ചിരിച്ച് ഓടി നടക്കുന്നു. ത്രിൽ ഇൻ വയലൻസ് എന്ന് പറയും. ഹിംസയിൽ ആനന്ദം അല്ലേ? അത് കളിയിലും അത് നേടിയെടുക്കുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. നമ്മുടെ കയ്യിലുള്ള ഇതുണ്ടല്ലോ, എന്താ, മൊബൈൽ ഫോൺ. അതിൽ 80% എന്താണെന്നറിയോ? 20% ആവശ്യത്തിനുള്ളതോ അല്ലേ, 80% വേണ്ടാത്ത കാര്യങ്ങളാണ്. 80% ഇൻ യുവർ സോഷ്യൽ മീഡിയ ഈസ് യൂസ്ലെസ് തിങ്സ്. കുട്ടികളെ കേടുവരുത്താനുള്ളതേ ഉള്ളൂ അതിൽ. പിന്നെ ഓൺലൈൻ ഗെയിംസ് ഉണ്ട്. ഓൺലൈൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലലും ഇടിക്കലും കടിക്കലും പിഴിക്കലും ഒക്കെയാണ് ഓൺലൈൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ. അതിലാണ് കുട്ടികൾ അധിക സമയം ചെലവഴിക്കുന്നത്, ഓൺലൈൻ ഗെയിംസിൽ. അതിൽ നിന്നാണ് കുറേയും കൂടി ത്രിൽ കിട്ടുന്നത്, കുറേയും കൂടി ഹിംസയിൽ സന്തോഷം വരുന്നത്. അതുപോലെങ്കിൽ പിന്നെ സിനിമയുണ്ട്. രണ്ട് കയ്യിൽ തോക്കെടുത്ത് ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെക്കുമ്പോൾ കുട്ടികൾ കൈയടിച്ച് സന്തോഷിക്കുന്നു. അപ്പം ഹിംസ വിൽക്കുന്നവർ ഈ യുദ്ധത്തിന് വേണ്ടി തോക്കുണ്ടാക്കുകയും, ചെറിയ തോക്ക്, വലിയ തോക്ക്, പിന്നെ വലിയ വലിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ആവശ്യം എന്താണ്? ഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം വേണം. ഹിംസയിൽ വിശ്വസിക്കുന്ന സമൂഹം ഉണ്ടെങ്കിലേ തോക്ക് വിൽക്കാൻ കഴിയൂ, എങ്കിലേ
ഹിംസ ചെയ്യുമ്പോൾ ആളുകൾ അതിനെ പ്രശംസിക്കുള്ളൂ. ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയുക? ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ് പറയും. വയലൻസിനെ പ്രശംസിക്കുക, അഹിംസയെ തിരസ്കരിക്കുക. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ 100 വർഷം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ പഴയ ലോകമല്ല എന്ന് മനസ്സിലാക്കണം, പുതിയ ലോകമാണ്. കുറേയധികം ലഹരിയും കുറേയധികം ഹിംസയും വളരുന്നൊരു ലോകത്താണ് നമ്മളെ കുട്ടികളുള്ളത്. ആ കുട്ടികളെ പണ്ടത്തെ കുട്ടികളെ പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. കുറേയും കൂടി നന്നായി അച്ഛനമ്മമാർ ശ്രമിച്ചാലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂ. ഹിംസയിൽ നിന്നും ലഹരിയിൽ നിന്നും കുട്ടികളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അച്ഛനമ്മമാർ കുറേയും കൂടി തയ്യാറാവണം അവരോട് സംസാരിക്കാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നന്മയും തിന്മയും മനസ്സിലാക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഭാഗത്ത് ഹിംസ വളർത്തുന്നു. അവരാണ് ഏറ്റവും ധനികർ. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരാരാണ്? ഹിംസ വളർത്തുന്നവർ, തോക്ക് വിൽക്കുന്നവർ, വലിയ വലിയ തോക്കുകൾ വിറ്റ് യുദ്ധത്തിന് വേണ്ട സാമഗ്രികൾ വിൽക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാർ. ദ റിച്ചസ്റ്റ് പീപ്പിൾ ഓഫ് ദ വേൾഡ് ആർ പീപ്പിൾ ഹു സെൽ ആംസ്. അല്ലേ? യുദ്ധസാമഗ്രികൾ വിൽക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ. അപ്പോൾ ഈ ഹിംസ വളർത്തുന്നവരുടെ വേറൊരു ആവശ്യം എന്താണ്? അവർക്ക് അഹിംസയിൽ വിശ്വസിക്കുന്നവരെ ചെറുതാക്കി കാണിക്കണം. അതുകൊണ്ടാണ് ഗാന്ധിക്കെതിരെ ഒരുപടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പണ്ടൊന്നും ഗാന്ധിയെക്കുറിച്ച് ഇത്രയൊക്കെ മോശമായി പറയാറുണ്ടായിരുന്നില്ല. ഗാന്ധി ഒരു വലിയ ശക്തിയാണ്. അഹിംസാ വഴിയിൽ കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ വഴിയിൽ നിന്ന് മാറ്റാൻ ആരാ ശ്രമിക്കുന്നത്? യുദ്ധസാമഗ്രികൾ വിൽക്കുന്ന വലിയ വലിയ കമ്പനികൾ. അവരതിനു വേണ്ടി കാശ് ചെലവാക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ഗാന്ധിയിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കണം. എന്നാൽ പിന്നെ നമുക്ക് വേണ്ട പോലെയൊക്കെ ചെയ്യാതെ നമുക്ക് മദ്യപിക്കാം, നമുക്ക് കളവ് പറയാം, നമുക്ക് കൈക്കൂലി വാങ്ങാം, നമുക്ക് ആഡംബരമായി ജീവിക്കാം. ഈ ഗാന്ധിയാണല്ലോ ഇതൊക്കെ ചെയ്യരുതെന്ന് പറയുന്നത്. സിമ്പിൾ ലിവിങ് എന്ന് ആരാ പറയുന്നത്? ഗാന്ധി പറയുന്നു. തെറ്റായ വഴിയിൽ കൂടി പോകരുതെന്ന് ഗാന്ധി പറയുന്നു. ഈ ഗാന്ധിയെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാൽ എന്തും ചെയ്യാം, കൈക്കൂലിയും വാങ്ങാം, കളവും പറയാം, എന്തും ചെയ്യാം, എന്ത് വേണ്ടതെന്നും ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയധികം സോഷ്യൽ മീഡിയയിൽ കൂടെ ഗാന്ധിക്കെതിരെ അറ്റാക്ക് നടക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ കാരണം? ഈ മാറുന്ന ലോകത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെയും പ്രചരണങ്ങളിൽ കൂടെയും നന്മയെ ഇല്ലാതാക്കാനും തിന്മ വളർത്താനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ഡ്രഗ്സ് വിറ്റാൽ കുറേ ആളുകൾക്ക് പണക്കാരാവാം, കുറേ ആയുധങ്ങൾ വിറ്റാൽ കുറേ ആളുകൾക്ക് പണക്കാരാവാം, കുറേ മദ്യം വിറ്റാൽ കുറേ ആളുകൾക്ക് പണക്കാരാവാം. ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞ് ചീത്ത കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഇത്തരം സ്കൂളിൻ്റെ പ്രോഗ്രാമിന് വരുമ്പോൾ 100 വർഷമായി നടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 100 വർഷം ആഘോഷിക്കാൻ വരുമ്പോൾ 5-10 വർഷങ്ങൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കണം. വെറുതെ ആഘോഷിച്ചു പോയാൽ മാത്രം പോരല്ലോ. നല്ല ഡാൻസ് ഉണ്ടായി, നല്ല പാട്ടുണ്ടായി. അത് വരുന്ന 10 വർഷം സമൂഹത്തെ മാറ്റാൻ, സമൂഹത്തെ ലഹരിയിൽ നിന്നും ഹിംസയിൽ നിന്നും മാറ്റി നമ്മുടെ മക്കൾക്ക് നന്നായി ജീവിക്കാനുള്ളൊരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കും എന്ന് നമ്മളൊക്കെ കൂടി ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാനും കൂടിയുള്ള അവസരമാണിത്. അപ്പം ഞാൻ ഈ സ്കൂളിന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ടീച്ചർമാർക്കും, PTA മെമ്പർമാർക്കും, PTA ചെയർമാനും, ഇത്രയും നല്ല ആഘോഷം ഒരുക്കിയ ഈ നാട്ടിലെ നാട്ടുകാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടുകൂടി വരുന്ന കാലത്ത് ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കാൻ, ലഹരിയില്ലാതെ, ഹിംസയില്ലാതെ, കൈക്കൂലിയില്ലാതെ, കളവില്ലാതെ, ചതിവില്ലാതെ ഒരു പുതിയ നല്ല സമൂഹം നമ്മൾ മക്കൾക്ക് വേണ്ടി കെട്ടിപ്പടുക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.